എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാ കുഞ്ഞുങ്ങളും ഉറക്കമൊക്കെ ആയോ? കുഞ്ഞുങ്ങളും അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ വീഡിയോ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണോ? അല്ല. പാട്ടുകൾ പഠിപ്പിക്കുകയാണോ? അതും അല്ല. കൂട്ടുകാർക്ക് വേറെ ഒരു ബുദ്ധന്റെ കഥകളൊക്കെ ഞാൻ ഈയിടെ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആ കഥകൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് കൂട്ടുകാരെ ഞാൻ ഒരു ബുക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ ബുക്ക് ഏതാണെന്ന് വെച്ചാൽ, കൂട്ടുകാർ ഈ ബുക്ക് കാണുന്നുണ്ടോ? ഈ ചെറിയ ബുക്ക് കൂട്ടുകാർ കാണുന്നുണ്ടോ? ഇതിന്റെ പേര് ഗുണപാഠ കഥകൾ എന്നാണ്. ഗുണപാഠ കഥകൾ. അപ്പൊ ഇതുപോലുള്ള ബുക്കുകൾ ഈ ഒരു ബുക്കിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരുപാട് ബുക്കുകൾ നമ്മുടെ വിപണിയിലും ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുക്ക് മാത്രമാണിത്, ഗുണപാഠ കഥകൾ. ഈ ബുക്കിനകത്ത് 14ഓളം കഥകളുണ്ട്. കണ്ടോ? ഗുണപാഠ കഥകൾ 14ഓളം കഥകള് ഈ ബുക്കിനകത്ത് തന്നെ ഉണ്ട്. അതിൽ പലതരത്തിലുള്ള കഥകളുണ്ട്. രാജാവായ കാട്ടുപന്നി, 2 സുഹൃത്തുക്കൾ, ഒരേ തൂവൽ പക്ഷികൾ, പുള്ളിമാന് കിട്ടിയ സഹായം, രുചിവൈകല്യം, പുണ്യാത്മാവായ മുയൽ, കാക്കയും കുറുനരിയും, സ്വർണ്ണമാൻ, മരംവെട്ടുകാരനും സാൽമരവും, കഴുകനും കുഞ്ഞിപ്രാവും, സിംഹത്തിന്റെ രൂപമെടുത്ത കഴുത, നന്ദിയുടെ യഥാർത്ഥ തെളിവ്, കുരങ്ങനും ഡോൾഫിനും, മുയലും കൂട്ടുകാരും. അങ്ങനെ ഒരു 14ഓളം കഥകള് ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് ഞാൻ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്ന എന്തിനാന്ന് വെച്ചാൽ, കൂട്ടുകാർക്കല്ല, അമ്മമാർക്കും അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെയാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലാത്ത ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓൾമോസ്റ്റ് മലയാളം ഒക്കെ നല്ലവണ്ണം അറിയുന്ന പ്രായമാകും. അപ്പൊ അവർക്ക് നമ്മൾ ഈ ഒരു ബുക്ക് മേടിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങളിൽ തന്നെ ഇരുന്ന് അവരെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ വായിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മലയാളം ഒന്നുകൂടി നന്നായിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് കൊടുത്തിട്ട് ആദ്യമൊക്കെ കഥകൾ നമ്മൾ വായിച്ചു കൊടുക്കണം. പിന്നീട് ഇതുപോലത്തെ വേറെ ബുക്കുകൾ മേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ഇത് വായിപ്പിക്കാൻ ശ്രമിക്കുക. ഈ കഥകൾ എന്ന് പറയുന്ന ഒരുപാട് ഗുണപാഠങ്ങളും ഇതിനകത്തുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കഥകളാണ് ഇതിൽ വരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് നല്ല ചിന്തകളും നല്ല ബുദ്ധിയും നല്ല അറിവും ഒക്കെ നേടാൻ പറ്റിയ കഥകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു കഥയാണ് ഇനി ഞാൻ വായിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളെ വായിച്ചു തരാൻ പോകുന്ന കഥ ഏതാന്ന് വെച്ചാൽ, പുണ്യാത്മാവായ മുയൽ. കൂട്ടുകാരുടെ ഈ ചിത്രം കണ്ടോ? ഇതാണ് ആ കഥ. ഈ ചിത്രത്തിലെ ഈ മുയലിനെ കണ്ടോ? ഈ മുയലിന്റെ ഈ സന്യാസിയുടെ ഒക്കെ കഥയാണ് ഞാൻ കൂട്ടുകാരോട് പറയാൻ പോകുന്നത്. അപ്പം കൂട്ടുകാർ ഇത് കണ്ടല്ലോ. ഇനി ഞാൻ ഈ കഥ ഒന്ന് വായിച്ചു തരട്ടെ. വായിക്കുവാണേ. അതായത്, ഒരു സന്യാസി മഠത്തിനടുത്ത് ഒരു മുയൽ താമസിച്ചിരുന്നു. സന്യാസിമാരുടെ ജീവിതഗതികൾ കണ്ടു പഠിച്ച മുയൽ അവരെ പോലെ ധ്യാനിക്കുവാനും പൂജാവിധികൾ ചെയ്യുവാനും തുടങ്ങി. ഒരു ദിവസം ധ്യാനിക്കുവാനിരുന്ന മുയൽ ചന്ദ്രന്റെ പ്രഭ കണ്ട് ആകൃഷ്ടനായി. അവൻ ഓർമ്മ വന്നു, ഓ, നാളെ പൂർണ്ണചന്ദ്രനാണ്. നാളെ നൊയമ്പ് നോക്കി ഏതെങ്കിലും പുണ്യാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അടുത്ത ദിവസം ഏതെങ്കിലും സ്വാമിമാർ ആ വഴി വരുമെന്ന് കരുതി മുയൽ കാത്തിരുന്നു. ആരും വന്നില്ല. മുയലിന് നിരാശ തോന്നി. മുയൽ തന്നെത്താൻ പറഞ്ഞു, ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമായി സമർപ്പിക്കാമായിരുന്നു. മുയൽ പറയുന്ന കേട്ടോ? അതായത്, ഒരു സന്യാസി മഠത്തിനടുത്ത് ഒരു മുയൽ താമസിച്ച കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ സന്യാസിമാര് ഒരു പഴഞ്ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും സൗരഭ്യം. അതായത്, നമ്മൾ എന്തിനോട് ചേരുന്നോ ആ ഒരു ആകർഷണം നമ്മളിലേക്കും വരും എന്നുള്ളതാണ് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം. അതുപോലെ ഈ മുയലും എന്താണ്, സന്യാസിമാരുടെ മഠത്തിനടുത്ത് താമസിച്ചിരുന്നതിനാൽ എന്ത് പറ്റി? ആ മുയലിന് ആ സന്യാസിമാരുടെ ജീവിത ശൈലികളെ എന്നും കാണാൻ സാധിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആ മുയല് അവരുടെ ജീവിതചര്യകൾ കണ്ടു പഠിച്ച് അവരെ പോലെ തന്നെ ധ്യാനിക്കുവാനും അവരെ പോലെ തന്നെ പൂജകൾ ചെയ്യുവാനും അവരെ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും മുയല് പഠിച്ചു. അങ്ങനെ അവന് ഒരു കാര്യം ഓർമ്മ വന്നു. എന്തുകൊണ്ട്? പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ നാളെ പൂർണ്ണചന്ദ്രനാണെന്നുള്ളത് നമ്മുടെ മുയലച്ഛന് ഓർമ്മ വന്നു. അപ്പം എല്ലാ സന്യാസിമാരും പൂർണ്ണചന്ദ്ര ദിവസം നൊയമ്പ് നോക്കും. അപ്പൊ എനിക്ക് നൊയമ്പ് നോക്കണമെന്ന് നമ്മുടെ മുയലച്ഛന് തോന്നി. പക്ഷേ നൊയമ്പ് നോക്കിയാൽ അതൊരു പ്രയോജനമുണ്ട്. ഏതെങ്കിലും പുണ്യാത്മാക്കൾക്ക് നമ്മള് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്. പക്ഷേ മുയൽ ആർക്ക് ഭക്ഷണം കൊടുക്കും?
അടുത്ത ദിവസം ഏതെങ്കിലും ആ സ്വാമിമാര് ആ വഴി വരുമെന്ന് കരുതിയിട്ട് നമ്മുടെ മുയലച്ചൻ കാത്തിരുന്നു. എന്തിന്? അവർക്ക് ഭക്ഷണം കൊടുക്കാം. പക്ഷേ എന്ത് പറ്റി? ഒരൊറ്റ സ്വാമിമാര് പോലും ആ വഴി വന്നില്ല. അപ്പൊ നമ്മുടെ മുയലച്ചൻ എന്ത് തീരുമാനമെടുത്തു? മുയൽ തന്നെത്താൻ പറഞ്ഞു, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമാക്കി കൊടുത്തേനെ. അപ്പം സ്വാമിമാരുടെ ജീവിതചര്യകൾ കണ്ടുപഠിച്ച മുയല് തന്നെ തന്നെ ഭക്ഷണമാക്കാൻ സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ തന്നെ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു തരം ഭക്തിയായിരുന്നു മുയലിന് അവിടെ സംഭവിച്ചത്. അപ്പൊ ബാക്കി ഞാൻ വായിക്കുകയാണ്. ഇതെല്ലാം സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്ന കാടിന്റെ ദേവത ഒരു ബ്രാഹ്മണ വേഷത്തിൽ മുയലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തുഷ്ടനായ മുയൽ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, എന്റെ മുന്നിൽ വരുന്ന പുണ്യാത്മാവിന് ഭക്ഷണമാകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദയവായി കാത്തു നിൽക്കുക. ഞാൻ ഒരുക്കിയിരിക്കുന്ന ചിതയിൽ ചാടിക്കഴിഞ്ഞ് അങ്ങേക്ക് എന്നെ ഭക്ഷിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് മുയൽ ചിതയിലേക്ക് എടുത്തു ചാടി. അപ്പം ഈ മുയല് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് പറ്റിയത്? ആ കാട്ടിലെ ദേവതമാരുണ്ട്. അപ്പൊ ആ കാടിന്റെ ദേവത മുയൽ ഈ കാണിക്കുന്നതും സന്യാസിമാരുടെ ജീവിതത്തിൽ ശീലിച്ചതും ഒക്കെ ഇങ്ങനെ കണ്ട് അതിലിങ്ങനെ മുയലിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ദേവതയ്ക്ക് മുയലിനോട് ഒരു ഇഷ്ടം തോന്നി. അപ്പൊ എന്ത് ചെയ്തു? എന്നാ ഈ മുയലിനെ ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി ദേവത എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ, പുണ്യാത്മാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും നോമ്പ് നോക്കുമ്പോൾ ബ്രാഹ്മണർക്കാണ് ആഹാരം പണ്ടത്തെ അമ്മമാരൊക്കെ കൊടുത്തിരുന്നത്. അപ്പം അതുപോലെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ നമ്മുടെ കാടിന്റെ ദേവത നമ്മുടെ മുയലച്ചന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ മുയലച്ചന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ? ഒരു പുണ്യാത്മാവെങ്കിലും വന്നല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. അപ്പം മുയലച്ചൻ എന്തോ പറഞ്ഞു, പുണ്യാത്മാവി, ഞാൻ അങ്ങേക്ക് ഭക്ഷണമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങൊരു കാര്യം ചെയ്യണം. എന്ത്? ഞാന് അവിടെ ഒരു ചിത ഒരുക്കിയിട്ടുണ്ട്. ആ ചിതയിൽ ഞാന് ചാടാം. എന്നിട്ട് അങ്ങേക്ക് എന്നെ ഭക്ഷിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് മുയൽ ചിതയിലേക്ക് എടുത്തു ചാടി. അപ്പൊ ഞാൻ ആ ചിതയിൽ ചാടി, ഞാൻ അതിനകത്ത് കിടന്ന് ചുട്ട് ഇതാവുമ്പോ അങ്ങേക്ക് എന്നെ ഭക്ഷിക്കാം. അങ്ങനെ ഞാൻ നോയമ്പിനൊരു ഫലവും ഉണ്ടാവും. അങ്ങേക്ക് ഞാൻ ആഹാരവും ആവും. അപ്പൊ ഒരു പുണ്യാത്മാവിന് ഞാൻ ആഹാരം കൊടുത്ത ഒരു നിർവൃതിയും എനിക്ക് തരും എന്ന് പറഞ്ഞു. അപ്പൊ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭക്തിയായിരുന്നു അവിടെ മുയലച്ചൻ കാണിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട് ചിതയിലേക്ക് നമ്മുടെ മുയലെടുത്ത് ചാടി. മുയലിന്റെ സമർപ്പണം കണ്ട് സന്തുഷ്ടിയായ ദേവത അവന് ജീവൻ മാത്രമല്ല തിരിച്ചു കൊടുത്തത്, നിരവധി അനുഗ്രഹങ്ങളും അവന് സ്വന്തമായി കൊടുത്തു. അപ്പൊ ആ മുയലിന്റെ ആത്മസമർപ്പണം, സ്വയം ത്യജിച്ചുകൊണ്ടുള്ള അവന്റെ സമർപ്പണം കണ്ട ദേവതയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അങ്ങനെയുള്ളവരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ദേവത എന്ത് ചെയ്തു? അവന് തിരിച്ചു കൊടുത്തത് മുയലച്ചന്റെ ജീവിതം മാത്രമല്ല, അതിലും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ ദേവത മുയലച്ചന് കൊടുത്തു. ദേവത പറഞ്ഞു, നീയാണ് യഥാർത്ഥ ഭക്തൻ. സമയം എത്തുമ്പോൾ നീ സ്വർഗത്തിലെത്തും. അനന്തകാലം നിനക്ക് അവിടെ വസിക്കാം. അപ്പം നീയാണ് ഈ ലോകത്തെ യഥാർത്ഥ ഭക്തൻ എന്ന് ആ ദേവത പറഞ്ഞു. കാരണം എന്താണ്? നീ സ്വയം ത്യജിച്ചുകൊണ്ടുള്ള നിന്റെ ഭക്തി എന്നെ സന്തുഷ്ടയാക്കിയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നിന്റെ സമയം എത്തുമ്പോൾ നീ സ്വർഗത്തിലെത്തും. അവിടെ നിനക്ക് ഒരുപാട് കാലം, സ്വർഗത്തിലെന്ന് പറയുമ്പോ നല്ല ഇടത്തിൽ, സ്വർഗവും നരകവും എന്ന് രണ്ട് ഇതുണ്ട്. അപ്പൊ പാപം ചെയ്യുന്നവര് നരകത്തിലും പാപം ചെയ്യാത്തവര് സ്വർഗത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ സ്വർഗത്തിലെത്തി നിനക്ക് അവിടെ സന്തോഷത്തോടെ വസിക്കാന്നാണ് നമ്മുടെ ദേവത ആർക്ക് കൊടുത്ത വരം? മുയലച്ചന് കൊടുത്ത വരം. അങ്ങനെ വരമൊക്കെ കൊടുത്ത് നമ്മുടെ ദേവത അവിടുന്ന് പോയി. അപ്പൊ ഇതിൽ എന്താ കൂട്ടുകാർക്ക് മനസ്സിലായി ഈ കഥയിൽ നിന്ന്? പുണ്യാത്മാവായ മുയൽ എന്ന ഈ കഥയിൽ നിന്ന് ഈ മുയലച്ചനെയും ഈ ദേവതയും കണ്ടല്ലോ. അപ്പൊ നമ്മളെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ആത്മസമർപ്പണം എപ്പോഴും നമുക്ക് നല്ലതാണെന്നാണ് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നത്. കേട്ടോ കൂട്ടുകാർക്ക്? അപ്പം ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം, ഇതുപോലൊരു പുസ്തകം മേടിച്ചു തരണം. ഈ പുസ്തകം മേടിച്ചു തന്ന കൂട്ടുകാര് ഇത് നല്ലവണ്ണം വായിക്കാനൊക്കെ ശ്രമിക്കണം. അച്ഛനമ്മമാരോടും അമ്മമാരോടും അപ്പന്മാരോടും ഒക്കെ ഒരു വാക്ക്, കൂട്ടുകാർക്ക് ഇത്രയും ബുക്കുകളൊക്കെ മേടിച്ചു കൊടുത്താൽ അവർ മലയാളമൊക്കെ വായിക്കാനും എടുക്കാനൊക്കെ കുട്ടികൾ സ്വയം പഠിക്കണം എന്നുള്ള തോന്നൽ വരും. അവർക്ക് സ്വയം വായിക്കാനും കഥ അറിയാനുള്ള ജിജ്ഞാസയും വരും. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഇത് വായിച്ചു കൊടുക്കുക, പിന്നീട് വായിച്ചു കൊടുക്കാതിരിക്കുക. അപ്പൊ സ്വയം അവർക്ക് തന്നെ ഇത് വായിക്കാനുള്ള ഒരു തോന്നൽ വരും. അപ്പൊ അത് കുഞ്ഞുങ്ങൾ വായിച്ചോളും. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, ഈ ഒരു പുസ്തകത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വിപണിയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുത്താൽ അവരിത് വായിക്കുമ്പോൾ അവരുടെ മലയാളം എന്ന അക്ഷരത്തെ പറ്റിയുള്ള, നമ്മുടെ മലയാളത്തെ പറ്റിയുള്ള അറിവ് അവർക്ക് വളരും. ഭാഷയിലൊരു ശുദ്ധി വരും. അപ്പൊ എല്ലാവരും ഇത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഗുഡ് നൈറ്റ്.